ഒരെണ്ണം കൂടെ പറഞ്ഞു പിരിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗ്ഗം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന മൂന്നാമത്തെ വിഭാഗമേതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ സ്വഹാബാ മുതഇമുൽ ജിയാർ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, പാവപ്പെട്ടവനെ സഹായിക്കുന്നവൻ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവർ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവർ, അല്ലാഹു തന്ന സമ്പത്ത് നല്ല മാർഗത്തിൽ ചിലവഴിക്കുന്ന മനുഷ്യർ എനിക്ക് തരണേ എന്ന് സ്വർഗ്ഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവനെ എനിക്ക് തരണേ എന്ന് സ്വർഗ്ഗം ദുആ ചെയ്യുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു സമ്പത്ത് തരുമ്പോ എല്ലാരും വിചാരിച്ചിരിക്കണത് അത് അള്ളാഹിക്ക് എന്നോട് സ്നേഹം കൂടിയിട്ട് തന്നതാണെന്ന്. അങ്ങനെ വിചാരിക്കല്ലേ വാപ്പ, നിനക്ക് 8ന്റെ പണി തരാനാ. നീ വിചാരിക്കുന്നത് നിന്റെ നിസ്കാര തഴമ്പ്, താടിയുടെ നീളം, ജുബ്ബയുടെ വലിപ്പം കണ്ടിട്ട് അള്ളാഹ് നിനക്കങ്ങ് വാരി തന്നതാണ്. മനുഷ്യ, നീ മനസ്സിലാക്ക്, സ്നേഹം കൂടിയത് കൊണ്ടല്ല, നിനക്ക് പണി തരാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു 1,24,000 പരം അംബിയാ മുർസലീങ്ങൾ പ്രവാചകന്മാർ ഈ ഭൂമുഖത്ത് കടന്നു വന്നു. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമാണെന്ന് നബി. സുലൈമാൻ നബിയ. കാരണം അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത പ്രവാചകൻ. ഈ പ്രവാചകനാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി എന്ന് നബിയുനാ റസൂലുള്ളാഹി. പണം കൂടിയത് കണ്ട് പ്രവാചകന്മാരാണെങ്കിലും രക്ഷയില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട്. ഈ സഹാബത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സഹാബിയ. സഹാബത്തിൽ ഏറ്റവും കോടീശ്വരനായിരുന്നു. മുട്ടുകാലിൽ ഇഴഞ്ഞ സ്വർഗത്തിൽ വരണേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്ന് 50,000 കൊല്ലം കഴിഞ്ഞ് ഒരു പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, പണ അനുഗ്രഹമാണോ? സമ്പത്ത് അനുഗ്രഹമാണോ? അല്ല, വാരി കൂട്ടാനാ നോക്കണേ. ഏത് വഴിയിലൂടെയും പണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ അവന്റെ ആയുസ് അള്ളാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 തെറ്റുകൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് കള്ളത്തരങ്ങൾ കാണിക്കുന്ന എല്ലാവർക്കും പൈസ ആഗ്രഹം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ, ഇല്ലെങ്കിൽ നിന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരോട് പറയാ, ചെറുപ്പക്കാരോട്, ഉപ്പമാരോട്, ഈ പറയുന്ന 2 പാപങ്ങൾ നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നീ നന്നായിക്കോ, തിരുത്തിക്കോ. തിരുത്താൻ മനസ്സില്ലെങ്കിൽ നിന്റെ മക്കൾ യതീമായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മക്കൾ വാപ്പാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നിനക്ക് യോഗം ഉണ്ടാവില്ല, പെട്ടെന്ന് പോകേണ്ടി വരും. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട്, പെങ്ങളെ, നിന്റെ ഭർത്താവിനെങ്ങാണം ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നീ കാല് പിടിച്ച് കരഞ്ഞിട്ടെങ്കിലും നിന്റെ ഭർത്താവിന്റെ ഈ ദുശീലം മാറ്റണം. നീയും കൂടെ കൂടിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു 2 പാപങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണം. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 1, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ഏത് രീതിയിലും പണം ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് പിടിച്ചു പറിച്ചോ, മോട്ടിച്ചിട്ടോ, കള്ള് കച്ചവടം ചെയ്തിട്ടോ, കഞ്ചാവ് വിറ്റിട്ടോ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടോ, നീ എന്ത് ചെയ്തിട്ട് സമ്പാദിച്ചാലും മനുഷ്യ തിന്നാൻ നിനക്ക് ആയുസ് ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്ത് വാരിക്കൂട്ടാൻ കിടന്ന് നീ നെട്ടോട്ടമോടുമ്പോ ഏത് വഴിയിലൂടെയും പണം മതിയല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവേ പടച്ചവനെ, സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കണം. അല്ലാഹുവേ, പെണ്ണുങ്ങളാണല്ലോ പടച്ചവര് ഹറാമായ വഴി പറഞ്ഞു കൊടുക്കുന്നത്. പലിശ കച്ചവടം നടത്താൻ, ലോട്ടറി എടുക്കാൻ, ലോൺ എടുക്കാൻ ഭർത്താവിനെ നിർബന്ധിക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പെണ്ണേ, ഒരു പെണ്ണ് സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുവോ? രാവിലെ ജോലി
ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇച്ഛാ ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല, വൈകുന്നേര സമയത്ത് വെറും കയ്യോടെ വീട്ടിലേക്ക് കയറി വന്നാൽ പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാമിക്ക ഹറാമിന്റെ പൈസയും ഭക്ഷണവുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കിടന്നാലും നീ ഹറാമ് തിന്നല്ലോ. പട്ടിണി കിടക്ക് ചെറുപ്പക്കാരോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, തിന്നാ ഭക്ഷണമില്ലാതെ വന്ന ഭർത്താവ് ഹറാമായ പലിശയുടെ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് കയ്യിൽ കൊണ്ട് തന്നിട്ടു നിന്നോടും നിന്റെ മക്കളോടും തിന്നാൻ പറഞ്ഞ ആ ഭക്ഷണം തിന്നുന്നതിനേക്കാളും നല്ലത് മണ്ണ് വാരി തിന്നു പെങ്ങളെ. മണ്ണ് തിന്നിട്ട് മരിച്ച അല്ലാഹു നിനക്ക് ശഹീദിന്റെ കൂലി തരും. മണ്ണ് തിന്നിട്ട് മരിച്ചുപോയാ അല്ലാഹുവേ, മരിച്ച ശഹീദിന്റെ കൂലിയാ. നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന ഹറാമിന്റെ പണം തിന്നാ, ഹറാമിന്റെ ഭക്ഷണം തിന്നാ, നിനക്ക് നരകമാ പെങ്ങളെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ. കന്യാകട്ടെ റബ്ബേ, ആഡംബര ജീവിതമല്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, എപ്പോഴും ഞാനും നിങ്ങളും പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്നു, എപ്പോഴും ചുമ്മാതെ പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്നു. വാപ്പാ, പട്ടിണി എന്താണെന്ന് നിനക്കറിയോ? യഥാർത്ഥത്തിൽ പട്ടിണി എന്താണെന്നറിയുമോ? ആ വാക്ക് പറയാനുള്ള യോഗ്യത പോലും എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള നടന്നു പോവുകയാ. ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണു, എനിക്ക് പണമാണ് വേണ്ടത്, ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞ ഭർത്താവിന്റെ മനസമാധാനം കളയുന്ന പെണ്ണു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയോ, വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. പക്ഷേ കരച്ചില് തീരുന്നില്ല, പക്ഷേ കരച്ചില് തീരുന്നില്ല. പടച്ചവനെ, വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, പാല് കൊടുക്ക് പൊന്നുമോള്, പാല് കൊടുക്ക് പൊന്നുമോള്. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, പക്ഷേ കരച്ചില് തീരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് ദേഷ്യം വന്നു. സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങുകയാണ്. പൊന്നുമോളുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വഴക്ക് പറയുകയോ. രണ്ട് മക്കള് വിശന്ന് തളർന്നു കിടന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലാതെ പോയല്ലോ. നീ നൊന്ത് പ്രസവിച്ച മക്കളല്ലേ ഫാത്തിമ. റസൂലുള്ള വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാ കഴിയുന്നില്ല. രണ്ട് കയ്യുമെടുത്തിട്ട് മുഖത്ത് പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ കരളിന്റെ കച്ചമായ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാന്റെ ദേഷ്യമങ്ങ് മാറുകയാണ്, പ്രവാചകന്റെ മനസ്സങ്ങ് മാറുകയാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമോളുടെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് ചോദിച്ചു, മാ തബ്കീകി യാ ഫാത്തിമ, എന്തേ കരയുന്നത്? എന്റെ മോള് കരയുന്നത് എന്തിനാ? മക്കൾക്ക് എന്തേ ഫാത്തിമ പാല് കൊടുക്കാത്തത്? നിന്റെ മക്കള് കിടന്ന് കരയുന്നല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ,
ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി വാപ്പാ, ഭക്ഷണം കണ്ടിട്ട് ആഴ്ചകളായിപ്പാ, പച്ചവെള്ളവും കാരക്കയും കുടിച്ചുകൊണ്ട് കിടക്കുകയാ. എന്റെ മക്കൾ രണ്ടുപേര് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്റെ മക്കള് പാല് ചുരത്തിയപ്പോ എന്റെ പാല് പറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തം വരണമെങ്കിൽ അതെന്ത് പട്ടിണിയാ പെങ്ങള്, അതെന്ത് പട്ടിണിയാ ചെറുപ്പക്കാരാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് വാപ്പയുടെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. പ്രവാചകൻ എന്തേ പറയുന്നില്ല? റസൂലുള്ള വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ തളർന്നു കിടന്ന് കരയുന്നു. പൊന്നുമോള് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ വീടിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ചുട്ടുപെടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്ന അവസാനം ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അല്ലാഹുവിന്റെ റസൂലാണെന്ന് യഹൂദിക്കറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരങ്ങള് നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്കജാ കൂലി തരാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ആരാ വെള്ളം കോരുന്നത്? റബ്ബേ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുമ്പോ റസൂലുള്ളാഹിയുടെ മുന്നിൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ ഇങ്ങനെ നടക്കല്ലേ നബിയേ, ഒന്ന് അനുവാദം തരുമെങ്കിൽ 6.25 കിലോമീറ്റർ നീളമുള്ള ഉഹദ് മലയുണ്ടല്ലോ, സ്വർണ്ണക്കട്ടയാക്കി തരാ നബിയേ, ഒന്ന് പറയുവോ നബിയേ? ആ പ്രവാചകൻ തന്റെ കുടുംബത്തിന് വേണ്ടി വെള്ളം കോരുകയാണ്. 3 തൊട്ടി വെള്ളം കോര്. ഈന്തപ്പന മരങ്ങൾ നനച്ചു, ഈന്തപ്പന മരങ്ങൾ നനച്ചു. 4ാമത് വെള്ളം കോരാ തൊട്ടിയിടത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിൽ വീടുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീടുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിച്ചു. റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീണുപോയ തൊട്ടി കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ യഹൂദികളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയെന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. ആ യഹൂദി അത്ഭുതത്തോടെ നോക്കുകയാണ്. 9 കാരക്കയെടുത്ത് റസൂലുള്ളാഹിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. 9 കാരക്കയെടുത്ത് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യഹൂദിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. 9 കാരക്ക കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ഓടുകയാണ്. ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി ഈത്തപ്പഴം ഇങ്ങനെ പൊളിച്ചു കൊടുത്തു. പിങ്ങളെ, ഈത്തപ്പഴത്തിന്റെ വലിപ്പമറിയുന്ന ചെറുപ്പക്കാരാ, എന്തുണ്ടടാ പൊന്നുപോരെ? 9 കാരക്കയാ റസൂലുള്ളാഹിയുടെ കയ്യിലുള്ളത്. അത് പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ ആ മക്കളതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മക്കളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരികയാണ്.
ഒരു ചെറിയ പുഞ്ചിരി വരികയാ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്, കാരക്ക തിന്നട്ടാ മക്കളുടെ മുഖത്തൊരു പുഞ്ചിരി വരുമ്പോ ബാക്കി വന്ന കാരക്ക കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, മോളെ ഫാത്തിമ, പൊന്നുമോൾ അടുത്തേക്ക് വിളിക്കുകയോ. സ്വർഗത്തിന്റെ റാണി അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ബാക്കി വന്ന കാരക്കയെടുത്ത് മകളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയോ. അല്ലാഹുവേ, ഫാത്തിമ ബീവി നോക്കുമ്പോ റസൂലുള്ളാഹിയുടെ മുഖം ഇങ്ങനെ ചുമന്ന് കിടക്കുകയാണ്. വാപ്പാ, ആരാ നിങ്ങളെ തല്ലിയത്? എന്റെ ഉപ്പാനെ തല്ലിയതാരാ? റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിമ, എന്റെ യജമാനനെ തല്ലിയതാ ഫാത്തിമ. ഫാത്തിമ ബീബി വാപ്പ കൊടുത്ത് കാരക്ക് കയ്യിൽ വെച്ചിട്ട് കരഞ്ഞപ്പോ, എന്റെ പെങ്ങള്, എന്റെ പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. പട്ടിണി കിടന്ന് മാറിടത്തിലൂടെ രക്തമൊലിക്കുന്നൊരവസ്ഥയുണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇതുപോലെ ഒരു ഗതി അല്ലാഹു നിനക്ക് തന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഹറാമിന്റെ വഴി തേടുന്നത്? പണം കൊണ്ടെന്ത് നേടാനാ പെണ്ണ്? നിന്റെ ഉമ്മ പോയപ്പോ എന്ത് കൊണ്ടുപോയി പെങ്ങള്? ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ നീ സ്വർണം ചോദിച്ചപ്പോ ഉമ്മ തന്നില്ലല്ലോ. പക്ഷേ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നീ ഊരിയെടുത്തപ്പോ നിന്റെ ഉമ്മയൊന്ന് ചലിച്ചതുപോലുമില്ലല്ലോ പെണ്ണ്. അതുകൊണ്ട് പണത്തിനോട് വല്ലാത്ത ആർത്തി വെക്കുന്നവര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കുന്നതിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11 വൈകുന്നേര സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. റസൂലുള്ളാഹി